കലാസ്നേഹികളെ, ദി പവിത്ര തിയേറ്റേഴ്സ് കച്ചറ ഓച്ചറ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ന്യൂ ജനറേഷൻ ഓപ്പറ അഥവാ സാധാരണ പഴയ ബാലെ. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ബാലെ വീക്കോ പേക്കെ അഥവാ വില്ലു കൊലച്ചാൽ പെണ്ണുകെട്ടാം, എ ന്യൂ ജനറേഷൻ ബാലെ. ഒരു സ്വകാര്യ അറിയിപ്പ് ഞങ്ങളുടെ വാൻ ഡ്രൈവർ ശശാങ്കന് വേണ്ടി. ഡേ ശശാങ്ക, നീ വണ്ടി തിരിച്ചിട്ട് എഞ്ചിൻ സ്റ്റാർട്ടാക്കി 4 ഡോറും തുറന്ന് വെയിറ്റ് ചെയ്യുക. പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. ഏതു നിമിഷവും ഞങ്ങളെ പ്രതീക്ഷിക്കാം. ദൈവമേ, ഞങ്ങൾ ആരംഭിക്കുന്നു. വീക്കോ പേക്കെ. രാജരാജ മൂഢൻ വല്യക്കാട്ട മൂലം തിരുനാൾ മഹാരാജാവ് എഴുന്നള്ളുന്നേ. ആടിവാ പാടിവാ ആനഴകിൽ തേടിവാ നേരിമ്പം കാണലാം വാ. ആടിവാ പാടിവാ ആനഴകിൽ തേടിവാ നേരിമ്പം കാണലാം വാ. ആരെവിടെ? ഓ, ഞാനിവിടെ. താനെവിടെ? ഞാനിവിടെ. വാ ഇവിടെ. അയ്യയ്യേ, വാ അവിടെയല്ല, വാ ഇവിടെയാണ്. എന്താണ് പ്രഭ വിളിച്ചത്? അല്ലല്ല, എന്താണ് അവ വിളിച്ചത്? എന്താണെന്നറിയില്ല. ഈ സായന്നം നമുക്ക് ആസ്വദിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു മൂഡില്ല. ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ തരാം ഉണ്ണിയെ. എന്ത് മൂഡ്സ്? ഓ, രാജാവിനോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ തനിക്ക് ലജ്ജയില്ലേ ലജ്ജയില്ലേ നിനക്കൂ ലജ്ജയില്ലേ. അയ്യേ, ഇത് രാജാവ് വിചാരിച്ച മതി. വേണ്ടാത്തതില്ല, രാത്രി തണുപ്പത്തെ ഇങ്ങനെ ഭംഗിക്കപ്പെട്ട് ഉപയോഗിക്കാനാണ്. പറഞ്ഞു പറഞ്ഞ് താൻ നമുക്ക് നല്ലൊരു മൂഡുണ്ടാക്കി. പട എന്താണെന്നറിയില്ല, ഈ അടുത്തായിട്ട് ഭയങ്കര ക്ഷീണം. അയ്യയ്യോ, അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം. നാട്ടിലിപ്പോ പക്ഷിപ്പനി പടർന്നു പിടിക്കുകയാണ്. അതിന് നോമെന്തിനാ പക്ഷിപ്പനിയെ പേടിക്കുന്നത്? അല്ല, ഈ കോഴികൾക്കാണല്ലോ ഈ രോഗം കണ്ടുവരുന്നത്. മൈ ഗോഡ്. അതൊക്കെ പോട്ടെ. ഹലോ, ഓ, നമ്മുടെ മന്ത്രി പൊങ്കവൻ എവിടെ? രാജ്ഞി എവിടെ? മന്ത്രി പൊങ്കവൻ എവിടെയെന്ന് രാജ്ഞി എവിടെയത്? തന്നോടല്ലേ ചോദിച്ചേ? മന്ത്രി പൊങ്കവൻ എവിടെയെന്ന്? രാജ്ഞി എവിടെയാണ്? രാജ്ഞി അന്തപുരത്തിൽ കാണും. എങ്കിൽ മന്ത്രി അവിടെ തന്നെ കാണും. ഓ മൈ ഗോഡ്. എങ്കിൽ ഇന്നത്തോടെ ഞാനത് അവസാനിപ്പിക്കും. രാജ്ഞി, രാജ്ഞി, രാജ്ഞി ഇഷ്ടപ്രാണീശ്വരി നിന്റേതൻ തോട്ടം എനിക്കു വേണ്ടി, ഏഴാം സ്വർഗം എനിക്കു വേണ്ടി. ഇഷ്ടപ്രാണീശ്വരി. അയ്യേ മഹാരാജാവ്. അയ്യോ, എടോ മന്ത്രി പൊങ്കുവ, താൻ എന്ത് കുന്തമാണോ ഈ കാണിക്കുന്നത്? രാജ്ഞിയുടെ അന്തപുരത്തിൽ കയറാൻ തനിക്ക് ആരനുവാദം തന്നു? മഹാരാജൻ, ഞാനാണ് മന്ത്രിക്ക് അനുവാദം കൊടുത്തത്. ഓ മൈ ഗോഡ്. എന്തൊട്ടിന്? താങ്കളല്ലേ പറഞ്ഞത് ചിരി ആരോഗ്യത്തിന് നല്ലതാണെന്നും കൂടുതൽ ചിരിച്ചാൽ പ്രായം കുറയുമെന്നും. അത് ശാസ്ത്രം. അതിന് ഞാൻ നല്ല ഊക്കം തമാശകൾ പറഞ്ഞ് രാജ്ഞിയെ ചിരിപ്പിക്കായിരുന്നു മഹാരാജൻ. അല്ലേ രാജ്ഞി? മന്ത്രി, മന്ത്രി, ഇത്തരത്തിലുള്ള തമാശകളൊക്കെ അങ്ങേക്ക് എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. സമയമാവുമ്പം ഉള്ളിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ഓ മൈ ഗോഡ്. രാജ്ഞി, വേറൊരു പുതിയ തമാശ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു. രാജ്ഞി, എങ്കിൽ ഒട്ടും സമയം കളയണ്ട. വേഗം മന്ത്രിയുടെ കൂടെ പോയി ആ തമാശകൾ കേട്ട് ചിരിച്ച് പ്രായം കുറച്ച് തിരിച്ചു വരൂ. രാജ്ഞി, പോവാം. രാജാവേ, എന്റെ കയ്യിലും ചെറിയ ഊക്കം തമാശയൊക്കെ ഉണ്ട്. കിട്ടണ ഗ്യാപ്പിൽ ഞാനും ചിരിപ്പിച്ചോട്ടെ. എടാ പട, വേണ്ട. റാണി ചിരിച്ച് ചിരിച്ച് വയസ്സ് 18 താഴേക്ക് പോയാൽ നോം പീഡന കേസിൽ അകത്ത് പോകേണ്ടി വരും. അത് കുഴപ്പമില്ല, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. എന്താണ് ഇവിടെ? നാടൻ പാട്ടോ? കലാഭവൻ മണി ഷൂട്ടിങ്ങിന് പോകുന്നതാണോ? ഏയ്, അങ്ങയുടെ ഭരണത്തിന്റെ ഗുണം കൊണ്ട് നാട്ടുകാര് തന്തയ്ക്ക് വിളിക്കുകയാണ്. എന്ത് കേട്ടില്ലേ? തന്താനാണ് തന്താന. ഒരു തന്തയ്ക്കല്ല, തലമുറയായിട്ട് വിളിക്കുകയാണ്. പടാ, ഓ, അയാളോട് നിർത്താൻ പറയൂ. നിർത്തണതായേ, എന്നിട്ട് വേറെ പാട്ട് പാട് നീ. പടാ, ഓ, നല്ല പാട്ട്. രാജാവ് അധികം സൂഹിക്കണ്ട. ഇല്ല. അവൻ പാടുന്ന ഉയരേന്നാണെങ്കിലും അവന്റെ മനസ്സിൽ വേറെയാണ്. പടാ, ഓ, എന്താ ഈ പ്രജകളൊക്കെ ഇങ്ങനെ? ഐ, രാജാവ് വിഷമിക്കണ്ട. സങ്കടം മാറ്റാനായിട്ട് കൊട്ടാരം നർത്തകികളോട് വരാൻ പറയട്ടെ. ആരെവിടെ?
കൊട്ടാര നർത്തകികളോട് എന്നെ പുകഴ്ത്തി പാടാൻ പറയൂ. പൂമ്പാവായ് ആമ്പൽ ആമ്പൽ പൂമ്പാവായ് ആമ്പൽ ആമ്പൽ പൂമ്പാവായ് ആമ്പൽ ആമ്പൽ. നിർത്തൂ, കടന്നു പോകൂ പുറത്തേക്ക്. ഔ ഇതിലും ഭേദം അവന്റെ ഉയരായിരുന്നു. ആ പ്രഭോ ഗുരു വരുന്നുണ്ട്. ഗുരുവോ? അതിപ്പോഴത്തെ ചൂടിന്റെ ആയിരിക്കും. അയ്യയ്യയ്യേ ചൂട് ഗുരുവല്ല, രാജഗുരു. എങ്കിൽ കടന്നു വരാൻ പറയൂ. രാജാവേ, ഗുരുവിന്റെ വരവ് കണ്ടിട്ട് ഗുരുവിട്ട് വരാൻ തോന്നുന്നു. വെൽക്കം, കടന്നു വരൂ ഗുരു. ഓം ശാന്തി, ഓം ശാന്തി. എവിടെയായിരുന്നു? കണ്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു. നാം ഹോംവർക്കിലായിരുന്നു. ഓഹോ, ഗുരു ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതല്ല, നാം ഹോമത്തിന്റെ വർക്കിലായിരുന്നു. ഓഹോ, അതുകൊണ്ടായിരിക്കും ദേഹത്ത് മുഴുവൻ ഇങ്ങനെ ഭസ്മം വാരി പൂശിയിരിക്കുന്നത്. ഇത് അതൊന്നുമല്ല, പൂച്ച മാന്തിട്ട് ഓയിൻമെന്റ് വാരി പൂശിയിരിക്കുന്നതാ. അങ്ങേ പൂച്ച മന്തിയെന്നോ? എങ്ങനെ? ഹോമകുണ്ടത്തിന് തീ കൊളുത്തിയതാ പണ്ടാരടങ്ങാനായിട്ട്. കുണ്ടത്തിൽ പൂച്ച പറ്റി കിടപ്പുണ്ടായിരുന്നേ. അത് ഞക്കടെ മൂട്ടിൽ ചൂടടിച്ചപ്പോഴേ തള്ളയും പുള്ളയും കൂടി ഓടിച്ചിട്ട് അച്ചാനം പുച്ചാനം മാന്തി. കമണ്ഡലത്തിലും മാന്തി, ദണ്ടിലും മാന്തി. ഇനി പുത്രകാമേഷ്ടിയാകാൻ നടത്താൻ പറ്റുവോ? ബൈ ദ ബൈ, പുത്രകാമേഷ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ പുത്രിയുടെ കാര്യം ഓർമ്മ വന്നത്. നോം രാജഗുരുവിനെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ഇല്ല. നമ്മുടെ മകളുടെ വിവാഹക്കാര്യം പറയാനാ. എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാണ്, നിങ്ങള് കാരണന്മാരൊക്കെ കൂടി തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് സമ്മതമാണ്. കല്യാണം നടക്കട്ടെ. ഫസ്റ്റ് നൈറ്റ് ഒന്ന് തള്ളി വെക്കേണ്ടി വരും. അയ്യടാ, വയസ്സാം കാലത്ത് ഗുരുവിന്റെ ഒരു പൂതി. നോം ഗുരുവിനെ വിളിപ്പിച്ചത് കുമാരിയെ ഗുരുവിനെ കെട്ടിച്ചു തരാനല്ല, കുമാരിയുടെ വിവാഹത്തെക്കുറിച്ച് ഗുരുവിനോട് ഒരു അഭിപ്രായം ചോദിക്കാനാ. എന്തു പറയുന്നു? നിങ്ങളുടെ മാവിലെ മാങ്ങ അത് നിങ്ങൾ കുറച്ച് മറ്റുള്ളവന് ചമ്മന്തി അരക്കാൻ കൊടുക്കുന്നതിന് ഞാനെന്ത് പറയാനാണ്? അയ്യയ്യേ എന്തായാലും അച്ചാരം പുച്ചാരം മാന്തിട്ട് സ്ഥിതിക്ക് ഇനി ഗുരുവിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ രാജകുമാരിയെ വിളിച്ചാലോ? കുമാരി, കുമാരി, കുമാരി. കുമാരി എന്താ പിതാമഹ എന്നെ വിളിപ്പിച്ചത്? മോളെ, നീ വിവാഹപ്രായം എത്തിയിരിക്കുന്നു. നിന്നെ നാം വിവാഹം കഴിച്ചയക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ഭാവി വരനെക്കുറിച്ച് എന്തൊക്കെ സങ്കല്പങ്ങളാണ് നിനക്കുള്ളത്? പറയൂ. അമിതാഭ് ബച്ചന്റെ പൊക്കം, സൽമാൻ ഖാന്റെ ബോഡി, യേശുദാസിന്റെ താടി, ഓ മമ്മൂട്ടിയുടെ കളറ്, എന്ത് മോഹൻലാലിന്റെ ഫിഗർ, ആഹാ, പിന്നെ പോപ്പിന്റെ സ്വഭാവം. കോപ്പ് കിട്ടും. എന്ത്? അല്ല, ഇതെല്ലാം തികഞ്ഞവരെ പെട്ടെന്ന് കിട്ടുന്നു പറയായിരുന്നു. നിർത്ത്. ഞാനൊരു ഐഡിയ പറയാം മഹാരാജൻ. എന്ത് ഐഡിയ മന്ത്രി പുങ്കവ? നമുക്കൊരു മത്സരം നടത്താം. അതിൽ വിജയിക്കുന്നവർക്ക് രാജകുമാരിയെ നമുക്ക് മംഗല്യം ചെയ്തു കൊടുക്കാം. എന്ത് മത്സരം? പറയൂ. ഇതുവരെ ആരും ചെയ്യാത്തതാണ്. പറയൂ പറയൂ, കേൾക്കട്ടെ. ഈ സ്പൂൺ കടിച്ചു വെച്ചിട്ട് അതിൽ നാരങ്ങ വെച്ചുള്ള ഓട്ടം. ലജ്ജാവഹം. എന്നാ പിന്നെ കണ്ണുപൊത്തി അപ്പം കടി. അടി വേണ്ട, അത്ര റിസ്ക് ഉള്ള കടികളൊന്നും വേണ്ട. എന്നാ പിന്നെ ചാക്കി കയറിയുള്ള ഓട്ടം. അത് തീരുമാനിക്കാം. അതാവുമ്പോ എനിക്കും പങ്കെടുക്കാം. വേണ്ട വേണ്ട വേണ്ട, രാജഗുരു അങ്ങ് പറയൂ, എന്ത് മത്സരമാണ് നോം നടത്തേണ്ടത്? എന്തായാലും എനിക്ക് കിട്ടൂല. രാജാവേ, ഞാനൊരു ഐഡിയ പറയാം. വരുന്നവര് ഒരു പുലിയുമായിട്ട് മൽപ്പിടുത്തം നടത്തട്ടെ. ജയിക്കുന്നവന് രാജകുമാരിയെ കെട്ടിച്ചു കൊടുക്കാം. അത് വേണോ മഹാരാജൻ? മത്സരത്തിൽ പുലിയങ്ങാണം ജയിച്ചാൽ രാജകുമാരിയെ പുലിക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരും. ആ പുലിക്ക് കുമാരിയിൽ ഒരു മോളുണ്ടായാൽ നമ്മൾ അവളെ പുലി മോളെ എന്ന് വിളിക്കേണ്ടി വരും. അത് ശരിയാ, അത് വേണ്ട. പിന്നെ എന്ത് മത്സരം നടത്തും? പിതാമഹ, സീതയുടെ മംഗല്യം നടന്നത് വില്ല് കുലച്ചായിരുന്നല്ലോ. അതെ, എന്റെ മംഗല്യവും വില്ല് കുലച്ച് മതി. ബേഷ് ബേഷ്, ബലേ ബേഷ്. എത്രയും വേഗം എല്ലാ രാജ്യത്തെ രാജാക്കന്മാർക്കും അറിയിപ്പ് കൊടുക്കുവിൻ. വില്ല് കൊലച്ചാൽ പെണ്ണ് കെട്ടാം. അതെ, ബീക്കോ ബേക്കേ. ആരെവിടെ? മത്സരത്തിനുള്ള വില്ല് കൊണ്ടുവരാൻ പറയൂ. ഓഹോയ് 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 ഓഹോയ്. പടാ, ഓ നമ്മുടെ വിളംബരം എല്ലായിടത്തും എത്തിയില്ലേ? രാജാവേ, രാജകുമാരന്മാരെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിക്കഴിഞ്ഞു. എങ്കിൽ ഓരോരുത്തരെ കടന്നു വരാൻ പറയൂ. ആദ്യം വരുന്നത് ആരാണ്? ആദ്യം വരുന്നത് തൊടുപുഴ രാജ്യത്തെ ആസിഫ് അലി രാജാവ്. വലിയ പുലിയാണ്. പാടാം പാടാം മലയാള താരങ്ങൾ വില്ലൊടിക്കാൻ വന്ന കഥകൾ, വീരകഥകൾ, ധീരകഥകൾ, കോമഡി കഥകൾ പാടാം.
ആസിഫലി എന്ന കൊച്ചുരാജൻ അതെ പെണ്ണുകെട്ടാൻ പോണ കൊച്ചിരാജൻ വില്ലെടുക്കാനായി നോക്കിയ നേരം കിളിപോയ പോലവൻ തിരിച്ചു പോന്നു. ആസിഫ് അലി പോലെ വന്നവൻ എലി പോലായി. ഫോൺ അടിച്ചാൽ എടുക്കില്ല, എന്നിട്ടാണ് വില്ലെടുക്കുന്നത്. അങ്ങോട്ട് മാറുന്നില്ലേ, ചിലപ്പോ പ്രോത്സാഹന സമ്മാനം ഉണ്ടാവും. അടുത്തയാൾ കടന്നു വരട്ടെ. ഇത് അതിനേക്കാൾ വലിയ പുലിയാണ്. ആലുവ രാജ്യത്ത് തട്ടത്ത് മറയത്തിലെ നിവിൻപോളി രാജാവ്. ഉമ്മച്ചി പെണ്ണിന്റെ പിറകെ പോയി തത്തം പറിക്കാൻ ശ്രമിച്ച പയ്യൻ ആലുവക്കാരൻ നിവിൻപോളി രാജൻ വില്ലെടുക്കാൻ ചെന്ന് നടുവൊടിഞ്ഞു. ആ വില്ലെടുത്ത് പൊക്കിയപ്പോ എന്റെ സാറേ, എന്റെ നടുവൊടിഞ്ഞ സൗണ്ട് ഉണ്ടല്ലോ, അത് ഒരിക്കലും മറക്കാൻ പറ്റൂല. ഏയ്, അതിന്റെ കൂടെ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വേടക്ക് കാറ്റും. ആ പോളിയോ രാജകുമാരൻ അങ്ങോട്ട് മാറുന്നില്ലേ. തലശ്ശേരിന്ന് സ്പെഷ്യൽ പത്തിരി ഇറച്ചിയും വരുന്നുണ്ട്. ആ, ഇനി ആലപ്പുഴന്ന് ചാപ്പയെ കുറിച്ച് കളിച്ച് നടന്നൊരു വലിയ നത്തോലി പയ്യനുണ്ട്, ഫഹദ് രാജാവ്. ആലപ്പുഴക്കാരൻ ഫഹദ് രാജൻ ന്യൂ ജനറേഷന്റെ ഇഷ്ടരാജൻ വില്ലെടുക്കാൻ ചെന്നിട്ടമ്പരന്നുടനെ ഷട്ടൂരി കളഞ്ഞവൻ ധരിച്ചു നിന്നു, വില്ല് ചുംബിച്ചു നിന്നു. മന്ത്രി, ഇതെന്താ ഇങ്ങനെ? അതങ്ങനെയാണ് മഹാരാജൻ. അയാൾക്ക് ഡ്രസ് അലർജിയാണ്. ആരെ കണ്ടാലും ഡ്രസ് അടിച്ച് നിക്കറിട്ട് ഉമ്മ കൊടുക്കും. അങ്ങോട്ട് മാറുന്നില്ല മോനെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. നല്ല നെത്തോലി കറിയുണ്ട്. അടുത്തയാളെ കടന്നു വരാൻ പറയൂ. ഇത് അതിനേക്കാൾ വലിയ പുലിയാണ്. ട്രിവാൻഡ്രം ലോഡ്ജിൽ നിന്ന് നേരെ കുറ്റി പറിച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ ജയസൂര്യ രാജാവ്. വരാൻ പറയട്ടെ. പൂമപ്പയ്യൻ പോലെ വന്ന രാജൻ അനൂപ് മേനോനെ കെട്ടിയ രാജൻ മുടിയിലും താടിയിലും ഡെക്കറേഷൻ ചെയ്യുന്ന ജയസൂര്യ രാജനും വന്നുവല്ലോ, ഇന്ന് വന്നുവല്ലോ. വളയ്ക്കണ മത്സരമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് വല്ല പെണ്ണിനാണെന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് ഈ വില്ലിനാണെന്ന് അറിഞ്ഞത്. രാജാവേ, ഇതൊരുമാതിരി കോതമംഗലത്തെ പരിപാടിയായി പോയിട്ടാ. കുമാരനി വില്ലിന്റെ ഏത് പാർട്സാണ് ഇഷ്ടായത്? എനിക്ക് പാരകുട്ടിയെ ഈ വില്ലിന്റെ കമ്പി. അയ്യയ്യേ, മാറി നിൽക്കൂ. മോനെ, തോറ്റെന്ന് കരുതി പൊക്കളയരുത്. കൊട്ടാരത്തിൽ ഒരു ജോലി തരാം. അതിന്റെ ആവശ്യമുണ്ടോ മന്ത്രി? അവനെ താടിയിലും മുടിയിലും ഒക്കെ നല്ല ഡെക്കറേഷൻ ചെയ്യുന്ന ആളാ. ആണോ? ആ, നമുക്ക് രാജഗുരുവിന്റെ താടിയും മുടിയും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, ബലേ ബേഷ്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ പട? ഓ, പുറത്തൊരുത്തരും കൂടെ തുപ്പുണ്ട്. എങ്കിൽ വരാൻ പറയൂ. ഏയ്, അവനെ കൊണ്ടൊന്ന് പോക്കാൻ പറ്റും തോന്നുന്നില്ല. പറഞ്ഞു വിട്ടേക്കാം. എന്തായാലും വന്നതല്ലേ, ഒന്ന് പൊക്കി നോക്കട്ടെ, നമ്മൾക്കൊരു കോമഡിയും ആവും. ആ, ഓമനപ്പുഴ രാജ്യത്തെ ഓമന രാധാകൃഷ്ണ രാജാവ്. ആണും പെണ്ണുമല്ലാത്ത രാധാകൃഷ്ണൻ ഡാൻസിന്റെ സ്റ്റെപ്പും കൊണ്ടോടിയെത്തി. ഞാൻ വലിച്ചു വച്ച വില്ലിന്റെ അരികിൽ വണ്ടറടിച്ച് പരിഞ്ഞിരുന്നു. എന്റെ ഈശ്വരന്മാരെ, കാത്തു രക്ഷിക്കണേ. ഷോ, എന്തൊരു നീളുള്ള വില്ല. കണ്ടിട്ട് കൊതിയാവാ പൊക്കാൻ. ആളുകൾ തൂക്കിയ നേരത്തു തെല്ലൊരു വേദനയോടെ വിഷമത്തോടെ മറ്റാരും പൊക്കാത്ത പടുകൂട്ടൻ വില്ലവൻ ഒറ്റയടിക്ക് എടുത്തു പൊക്കി. കൊള്ളാം, ബലേ ബേഷ്. എങ്കിലും എന്റെ രാധേ, അല്ല രാധരാജാവേ, ഇത്ര തടിമിടുക്കന്മാർ ശ്രമിച്ചിട്ടും പൊങ്ങാത്ത ഈ വില്ല് നീ എങ്ങനെയാടാ ഒറ്റയ്ക്ക് പൊക്കിയത്? പിന്നെ ഇതിലും പൊങ്ങാതെ കിടന്ന എത്രയോ സാധനങ്ങള് ഞാൻ കൂളായിട്ട് പൊക്കിയിരിക്കണു. അപ്പഴേ നിങ്ങളുടെ ഈ ഉണക്കവില്ലേ ഒന്ന് പോടാ കശ്മീരന്മാരെ. ദേ കിടക്കണം നിങ്ങളുടെ വില്ലും പുല്ലും സമാളപട. ഇങ്ങോട്ട് വാടി സാധനേ.